ഹായ് ഓൾ. ഞാൻ വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെന്നൈ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ ട്രാവൽസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണോ അതോ അഫോർഡബിൾ ആണോ ചെന്നൈ ട്രാവൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. മെയിനായിട്ട് ചെന്നൈ ഇൻ ദ സെൻസ് നമുക്ക് എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് ആണ് ഇൻ ദ കേസ് ഓഫ് ട്രാവൽ. ഞാൻ ഫുഡിൻ്റെ കാര്യം പറയുന്നില്ല. ഫുഡ് അതുപോലെ തന്നെ ക്ലോത്ത് ഒക്കെയാണെന്ന് പറയുന്നത് നല്ല ചീപ്പാണ് അവിടെ. നല്ല രീതിക്ക് നമുക്ക് അഫോർഡബിൾ ആണ് ഫുഡും ക്ലോത്തും. അതുപോലെ തന്നെ ഈ ട്രാവൽ എക്സ്പെൻസ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ, നിങ്ങൾ ഒബ്വിയസ്ലി ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ക്യാബോ അല്ലെങ്കിൽ ഓട്ടോ ആയിരിക്കും മെയിനായിട്ട് നോക്കുന്നത്. ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ സിംഗിളായിട്ട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോ പിന്നെ അതുപോലെ തന്നെ ലോക്കൽ ട്രെയിൻ. ഈ ലോക്കൽ ട്രെയിൻ മെട്രോയും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. കുറച്ചുകൂടി ചീപ്പ് ലോക്കൽ ട്രെയിനുമാണ്. എങ്കിലും നമുക്ക് മെട്രോയുടെ അതേ സ്പീഡിൽ തന്നെ ലോക്കലും പോകുന്നത്. കാരണം നിങ്ങൾ ഒരു ജസ്റ്റ് ഒന്ന് ഓൾറെഡി പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇല്ല പോകാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ചെന്നൈ ലോക്കൽ ട്രെയിനോട് പോയി നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലൈപ്പായ വൈബൊക്കെ നമുക്ക് ഫീൽ ആവുന്നുണ്ടാവും. നമുക്ക് സെയിം ആ ഒരു മൂവി കണ്ടുപോയി തന്നെ ആയിരിക്കും നമുക്കും വരുന്നത്. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എയ്തർ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ ഇറങ്ങുന്ന സമയത്ത് മാക്സിമം നമുക്കിപ്പം നോർമലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ടാക്സീസ് അവിടെ കാണും, അതുപോലെ തന്നെ ഓട്ടോസും കാണും. അപ്പം നോർമലി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയോടത്തന്നെ അവരെ വിളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നെഗോഷിയേഷൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് അവർക്ക് നിയർ ബൈ ഡിസ്റ്റൻസിൽ പോകുന്നതിന് നല്ലൊരു എമൗണ്ട് അവർ ചോദിക്കുന്നുണ്ടാവും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് ഊബർ ഉണ്ട്, ഓല, അതുപോലത്തെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അഫോർഡബിൾ ആയിരിക്കും. അതിന് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓലയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയോളം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഓലയാണ് ബെസ്റ്റ്. ഞാൻ ഊബറിനെ കുറച്ച് പറയല്ല, പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ 2 ഉപയോഗിച്ചിട്ടുണ്ട്. ഓല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഊബർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടിൽ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ബെനിഫിറ്റ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓലയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിലിറ്റിയുടെ കാര്യത്തിൽ ഓല തന്നെയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു ക്യാബ് നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഓട്ടോ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിലോ ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക്, ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊബറിലൊക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ട് വിളിക്കുമ്പോഴത്തേക്കും തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അഡീഷണൽ എമൗണ്ട് ചോദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 300 രൂപ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് നുങ്കമ്പകത്തിലോട്ടോ അല്ലെങ്കിൽ താമ്പരത്തിലോട്ടോ പോവുകയാണെങ്കിൽ ഒരു 400 രൂപ അല്ലെങ്കിൽ 300 രൂപ 300 രൂപ അല്ലെങ്കിൽ 400 രൂപ ആയിരിക്കും മറ്റേ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നത്. പക്ഷേ ഇവർ ചോദിക്കുന്ന അഡീഷണൽ 100 രൂപ അല്ലെങ്കിൽ 50 രൂപ എക്സ്ട്രാ ചോദിക്കുന്നുണ്ടാവും. അപ്പം ആ ഒരു ഇത് ഞാൻ ഊബറിൽ കണ്ടിട്ടുണ്ട്. സെയിം ഇത് ഓലയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഓലയിൽ ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ എക്സാക്റ്റ് എമൗണ്ടാണ് അവർ വാങ്ങിക്കുന്നത്. അതിൽ എമൗണ്ട് അത് കൂട്ടിയും ചോദിക്കുന്നില്ല, നെഗോഷിയേഷനും വരുന്നില്ല അവിടെ. അപ്പം ഞാൻ പേഴ്സണൽ റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ചെന്നൈയിൽ പോകുന്ന മുമ്പായിട്ട് തന്നെ ഓല ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ദെൻ അവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എമൗണ്ട് എക്സാക്റ്റ് ആയിട്ട് കാണിക്കും. ആ എമൗണ്ട് മാത്രമേ അവർ വാങ്ങിക്കത്തുള്ളൂ. നോർമലി ഓട്ടോസ് പിടിക്കാതിരിക്കുക. ഞാൻ അവരെ കുറ്റം പറയുകയല്ല. നിങ്ങൾ ജസ്റ്റ് ഇറങ്ങിയോണ്ട് തന്നെ അത്യാവശ്യമാണെങ്കിൽ ജസ്റ്റ് അവർ നെഗോഷിയേറ്റ് ചെയ്യുക. റേറ്റ് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾ പോവുക. അല്ലാത്ത പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഓല ഇതുപോലത്തെ ആപ്ലിക്കേഷനാണ്. ഓല തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒന്ന് പോയി നോക്കൂ. ബെറ്ററാണ്. നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ലൈവ് ആയിരിക്കും. നല്ല ലൈവുമാണ് സിറ്റി. ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്തുകാരനാണ്. ഇപ്പം ട്രിവാൻഡ്രത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില സ്പോർട്സിലൊക്കെയാണ് മാത്രമേ നമുക്ക് ഈ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hours ലൈവാണ്. നിങ്ങൾ എവിടെ പോയാലും നമുക്ക് രാത്രി 12 മണി 1 മണിക്കാണ് അവർ ബിരിയാണി കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം ആ രീതിക്കുള്ള വൈബ്സാണ് അവിടെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മെറീന ബീച്ച് എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ തന്നെ ഒട്ടനവധി പ്ലേസ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. മെയിനായിട്ട് ഫീനിക്സ് മാൾ എന്നൊരു മോളുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നത് താമ്പരത്തിൻ്റെ അടുത്തായിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ലോഞ്ച്, അതായത് ബാറും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. നമുക്ക് നല്ല പ്രൈവസി കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ ബെറ്റർ ആംബിയൻസും ഉണ്ട്. ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. എനിക്ക് തോന്നുന്നു പർപ്പിൾ ക്യാമൽ ആൻഡ് ലോഞ്ച് എന്താണ് ലോഞ്ചിൻ്റെ പേര്. ഞാൻ നോക്കട്ടെ. എൻ്റെ പ്രൊഫൈലിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബെറ്റർ ആംബിയൻസ് ആണ്. നമ്മൾ പോകുമ്പോൾ തന്നെ ലക്ഷറിയുടെ ഒരു എക്സ്ട്രീം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ലോഞ്ചിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കൂ. താങ്ക് യു.